നമ്മളിന്ന് ജോർജ് ഫോൾസ് ആണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഗോൾഡ് കോസ്റ്റ് ഏതാ സ്ഥലം? തലബുഞ്ചിറ ക്രീക്കിൻ്റെ അടുത്തുള്ള ഗോൾഡ് കോസ്റ്റിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ ഇവിടെയാണ് വണ്ടി കൊണ്ടിടാൻ പറ്റുന്ന ഏറ്റവും ലാസ്റ്റ് പോയിൻറ്റ്. ഇടുന്നവഴിക്ക് ഒരു 3-4 വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞ് ഏത് വണ്ടിക്കും തന്നെ നമ്മൾ കൊറോളയിലാണ് വന്നത്. ഏത് വണ്ടിക്കും നമ്മളിവിടെ കൊണ്ടിടുന്നു. ബാക്കി മേളോട്ട് ആണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു സാധനമാണിത്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? അപ്പം എല്ലാവരും ആദ്യമായിട്ട് കാണുന്നൊരു സാധനമാണ്. ഷൂസ് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. കീപ്പിംഗ് അവർ ഫോറസ്റ്റ് സേഫ് ഫ്രം പാത്തജൻ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇതാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്താണേലും ഇതേതൊരു ട്രാക്കാണ്. നമുക്ക് മാപ്പ് നോക്കിയിട്ട് മനസ്സിലാകത്തോണ്ട് നമ്മൾ അവിടെ കണ്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ നമ്മൾ പോയ വഴി തന്നെയാണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. സൈഡിലൊക്കെ എന്തോ ആരോ ഉണ്ട്. ആ ആരോ നോക്കി നടന്നാൽ മതി എന്നാണ്. ക്രീക്ക് ഫോളോ ചെയ്ത് നടന്നാൽ മതി എന്നാണ്. വേറെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ വഴിയാണ്. പക്ഷേ നമ്മൾ നേരായ വഴി കൂടെ സഞ്ചരിക്കാനാണ് സായിപ്പ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. ഗൈസ് ഇതാണെന്ന് തോന്നുന്നു സായിപ്പ് പറഞ്ഞ ആരോ. നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഗൈസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വാട്ടർ ക്രോസിങ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഷൂസ് എന്ത് വേണമെങ്കിലും നനഞ്ഞു. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് നോക്കാനൊന്നും ബാക്കിയില്ല. നിങ്ങൾക്ക് ഒന്നിൽ ഷൂസ് ഊരി വെച്ചിട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് പോലെ ചെയ്യാം. ഗൈസ് അങ്ങനെ നമ്മൾ വാട്ടർഫോൾ എത്തി. ഇതാണ് ജോർജ് ഫോൾസ്. ഗൈസ് ഇവിടെ വാട്ടർഫോൾസിൻ്റെ മേളിൽ കയറാനായിട്ട് വേണ്ട ടയറൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ ആ പെണ്ണ് കയറുന്ന പോലെ കയറണമെന്ന് അത്രയ്ക്ക് ആവശ്യമുള്ളവർക്ക് കയറാം. പക്ഷേ നല്ല തെന്നലായതുകൊണ്ട് നല്ല സുഖമായിരിക്കും. ഗൈസ് അങ്ങനെ നമ്മൾ വെള്ളത്തിൽ കൂടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ജോർജ് ഫോൾസിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പം ഇത് റസ്ലി നമ്മൾ കാർ പാർക്കിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു. വലിയ പാടുള്ള ഹൈക്ക് പോലെ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഇങ്ങനെ നമ്മൾ അറ്റത്തെത്തുമ്പോഴത്തേന് കുറച്ച് ദൂരമൊക്കെ നമുക്ക് എന്താണെങ്കിലും വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടക്കേണ്ടി വരും. അപ്പം അതിനുള്ള ഭാഗമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെ വെള്ളമായതുകൊണ്ടും പാറയിലൊക്കെ അത്യാവശ്യം തെന്നലൊക്കെ ഉണ്ട്. അതല്ലാണ്ട് നോക്കുമ്പോൾ വലിയ പാടൊന്നുമില്ല. വഴിയൊന്നും തെറ്റിപ്പോകാൻ യാതൊരു ചാൻസും ഇല്ല. സോ അത്രയൊക്കെ ഉള്ളൂ. നല്ല ചൂടുള്ള സമയത്തും നല്ല ഫ്രീസിങ് കോൾഡ് വാട്ടറിൽ വന്ന് കുളിക്കാൻ പറ്റുന്നൊരു സ്ഥലം. അത്യാവശ്യം നല്ല ഡീപ്പാണ് വെള്ളം. അതുകൊണ്ട് നീന്തൽ അറിയാവുന്നവർ മാത്രം അവിടെ ഇറങ്ങുക എന്ന് മാത്രം പറയുന്നു. ഓക്കെ, ബൈ.